നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. കേരളത്തിലെ 12 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര സഹമന്ത്രിമാരായ വി മുരളീധരൻ ആറ്റിങ്ങലിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥികളാകും. തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണിയും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി. മലപ്പുറത്ത് കാലിക്കറ്റ് സർവകലാശാല മുൻ VC ഡോക്ടർ അബ്ദുൽ സലാമും കണ്ണൂരിൽ കോൺഗ്രസ് വിട്ടെത്തിയ C രഘുനാഥും മത്സരിക്കും. BDJS-മായി അന്തിമ ധാരണയാകാത്തതിനാലാണ് മറ്റു മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കേന്ദ്രമന്ത്രിമാർ, വനിതകൾ, യുവാക്കൾ, മുതിർന്ന നേതാക്കൾ, ന്യൂനപക്ഷ പ്രാതിനിധ്യമെല്ലാം ഉറപ്പുവരുത്തിയാണ് 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടത്. കേരൾ, തൃശൂർ ശ്രീ സുരേഷ് ഗോപി, പത്തനംതിട്ട ശ്രീ അനിൽ ആന്റണി, അട്ടിങ്കൽ ശ്രീ വി മുരളീധരൻജി, തിരുവനന്തപുരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ആലപ്പുഴയിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ, പൊന്നാനിയിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, കാസർഗോഡ് മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ML അശ്വിനി, വടകരയിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ CR പ്രഫുൽകൃഷ്ണൻ, മലപ്പുറത്ത് മുൻ കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ M അബ്ദുൽ സലാം, പത്തനംതിട്ടയിൽ ദേശീയ സെക്രട്ടറി അനിൽ K ആന്റണി എന്നിവർ രംഗത്തിറങ്ങുമ്പോൾ ശോഭ ഒഴികെയുള്ളവർ പാർലമെന്ററി മത്സര രംഗത്ത് പുതുമുഖങ്ങൾ. വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ മത്സരിപ്പിച്ചിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ജനങ്ങൾ വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കുമെന്ന് വി മുരളീധരൻ. ആറ്റിങ്ങലിലെ ജനങ്ങൾ വിവേകപൂർവ്വം അവരുടെ വോട്ടവകാശം വിനിയോഗിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അഭിമാനകരമായ നിമിഷമെന്ന് രാജീവ് ചന്ദ്രശേഖർ. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് എനിക്ക് കണ്ടസ്റ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എനിക്കൊരു വലിയൊരു സന്തോഷം, അഭിമാനമുള്ള ഇഷ്യൂ ആണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുമെന്ന് സുരേഷ് ഗോപി. ആറ്റിങ്ങലിനേക്കാൾ വലിയ ഇടതുകോട്ടയല്ലല്ലോ ആലപ്പുഴയെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ. എന്തായാലും CPM-ന്റെ കരുത്തുറ്റ ആറ്റിങ്ങലിനേക്കാൾ വലുതല്ലല്ലോ ആലപ്പുഴയിലെ കരുത്ത് എന്ന് പറയുന്നത്. BJP 16 സീറ്റുകളിലും BDJS 4 സീറ്റുകളിൽ മത്സരിക്കാനുമാണ് ധാരണ. വയനാട്, ആലത്തൂർ, കൊല്ലം, എറണാകുളം സീറ്റുകളിലാണ് ഇനി BJP സ്ഥാനാർത്ഥികളെ അറിയേണ്ടത്. BDJS ചോദിച്ച ചാലക്കുടി തങ്ങൾക്ക് വേണമെന്ന് BJP ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 10 ബാക്കി സ്ഥാനാർത്ഥികളെയും അറിയാനാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ മണ്ഡലങ്ങളിൽ BJP പ്രചാരണവും ആരംഭിച്ചു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ അനിൽ K ആന്റണിയെ NDA സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി PC ജോർജ്. അനിലിനെ മണ്ഡലത്തിൽ ആർക്കും അറിയില്ലെന്ന് വിമർശനം. തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചെന്നും PC ജോർജ് ആരോപിച്ചു. ആഴ്ചകൾക്ക് മുൻപ് ഔദ്യോഗികമായി BJP-കാരനായ PC ജോർജിന്റെ പേര് തുടക്കം മുതലേ പത്തനംതിട്ടയിൽ ഉയർന്നു കേട്ടിരുന്നു. SNDPക്ക് PC ജോർജിനോടുള്ള എതിർപ്പാണ് മറ്റൊരാളിലേക്ക് BJP-യുടെ ചർച്ചകളെ എത്തിച്ചത്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചതോടെ PC ജോർജ് എതിർപ്പ് തുറന്നു പറഞ്ഞു. അനിലിനെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്താൻ സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാൾ കൂടുതൽ പണി താൻ എടുക്കേണ്ടി വരുമെന്നും PC ജോർജ്. പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നില്ല, ഒന്ന് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. RSSും BJPയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടും തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചു. വെള്ളാപ്പള്ളി പിണറായിയുടെ ആളും തുഷാർ BJPയുമായി തുടരുന്നത് ശരിയായ രീതിയല്ലെന്നും PC ജോർജ്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. വെള്ളാപ്പള്ളി CPM, പിണറായിയുടെ ആള്, മകൻ BJP, ഒരു വീട്ടിൽ കിടപ്പും. ഇത് മോശമാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി ഈ BJPക്ക് ചെയ്യാവുന്ന ഭാരം മുഴുവൻ ചെയ്യുക. PC ജോർജിന് കേന്ദ്ര നേതൃത്വം അർഹമായ പരിഗണന അർഹമായ സമയത്ത് നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്നായിരുന്നു PC ജോർജിന്റെ പരാമർശത്തോടുള്ള പ്രതികരണം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ, ഇനി 50-60 ദിവസമുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം. പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന് അനിൽ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ കേരളത്തിൽ നമുക്ക് നിരവധി സീറ്റുകൾ ലഭിക്കും. മോദിജിയുടെ ഗുഡ്വില്ല് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികൾ തന്നെയാണ് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വലിയ നമ്മുടെ ബോണസ്. PC ജോർജിനെ അനുനയിപ്പിച്ച് പ്രചാരണത്തിൽ സജീവമാക്കുക എന്നതാകും ഇനി BJPയുടെ പ്രധാന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് 24.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടു. 16 സംസ്ഥാനങ്ങളിലെ 195 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. 34 കേന്ദ്രമന്ത്രിമാരും 2 മുൻ മുഖ്യമന്ത്രിമാരും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 370 സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന BJPയുടെ ആദ്യഘട്ട പട്ടികയിൽ തന്നെ 195 പേരുകൾ പ്രഖ്യാപിച്ചു. 47 യുവാക്കൾ, 28 വനിതകൾ, SC വിഭാഗത്തിൽ നിന്ന് 27 പേർ, ST വിഭാഗത്തിൽ നിന്ന് 18, OBC വിഭാഗത്തിൽ നിന്ന് 57 എന്നിങ്ങനെയാണ് ആദ്യഘട്ട പട്ടിക. 195 सीट्स का निर्णय हुआ. उसमें माननीय प्रधानमंत्री जी वाराणसी से चुनाव लड़ेंगे. वाराणसी से माननीय प्रधानमंत्री जी नरेंद्र मोदी जी. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. നരേന്ദ്രമോദി 3ാം തവണയും വാരാണസിയിൽ മത്സരിക്കും. അമിത്ഷാ ഗാന്ധിനഗറിൽ, രാജ്നാഥ് സിംഗ് ലക്നൌവിൽ, സ്മൃതി ഇറാനി അമേഠിയിൽ വീണ്ടും ജനവിധി തേടും. മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ വിദിഷയിലും സർവാനന്ദ സോനോവാൾ ദിബ്രുഗഡിലും മത്സരിക്കും. ഡൽഹിയിൽ മുതിർന്ന നേതാക്കളായ ഡോക്ടർ ഹർഷവർദ്ധൻ, മീനാക്ഷി ലേഖി എന്നിവർക്ക് ഇത്തവണ സീറ്റില്ല. സുഷമ സ്വരാജിന്റെ മകൾ ബാംസുരി സ്വരാജ് ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കും. മറ്റ് പാർട്ടികൾ വിട്ടുവന്ന നേതാക്കളിൽ നിരവധി പേർ ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഇടം പിടിച്ചു. തമിഴ്നാട്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പട്ടികയിൽ ഇല്ല. 24 ഡൽഹി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചുരുളഴിയുന്ന കൊടും ക്രൂരത. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. മുഖ്യപ്രതി സിൻജോ ജോൺസൺ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് പിടിയിലായത്. സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ വെളിവാക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തുവന്നു. പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത് 13 ദിവസം പിന്നിടുമ്പോഴാണ് മുഴുവൻ പ്രതികളും പിടിയിലാകുന്നത്. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ ഉൾപ്പെടെ 18 പ്രതികളാണ് പിടിയിലായത്. മുഖ്യപ്രതി സിൻജോ ജോൺസനെ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങാനുള്ള ശ്രമത്തിനിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റിമാൻഡിലായ പ്രതികളിൽ 6 പേരെ തിങ്കളാഴ്ച വരെ കൽപ്പറ്റ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അതിനിടെ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് പുറത്തുവന്നു. ഹോസ്റ്റലിലെ 98 വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. സിദ്ധാർത്ഥനെ 4 ഇടങ്ങളിലെത്തിച്ച് മർദ്ദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മർദ്ദന വിവരം പുറത്തറിയിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 31 പേർക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായി. കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പ്രവർത്തകർ ക്യാമ്പസിലേക്ക് ഇരച്ചുകയറി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ചിനൊടുവിൽ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനം നേരിട്ട ഹോസ്റ്റലിന് ഉൾവശവും സന്ദർശിച്ച ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ മടങ്ങിയത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പോലീസിന്റെ പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ പേരും പിടിയിലായി. ഇനിയുള്ള ചോദ്യം കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ്. ക്യാമറാമാൻ റിബിൻ ജോൺ പാലേരിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. സർവകലാശാല അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ അത്യപൂർവ നടപടി. ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. വകുപ്പുതല അന്വേഷണം തുടരുന്നതിനിടെയാണ് ഗവർണറുടെ നടപടിയെന്ന് പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചുറാണി വിമർശിച്ചു. സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ചപ്പോൾ സംഭവത്തിൽ കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ വൈസ് ചാൻസലർ വേണ്ടത്ര ആത്മാർത്ഥതയോടെയും കൃത്യതയോടെയും ഇടപെടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ നടപടിയെടുത്തത്. സിദ്ധാർത്ഥിന്റെ മരണമുണ്ടായിട്ടും യൂണിവേഴ്സിറ്റി ചട്ടങ്ങളനുസരിച്ച് VC കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വിശദമായ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. സിദ്ധാർത്ഥിന്റേത് കൊലപാതകമാണെന്നും SFI പോപ്പുലർ ഫ്രണ്ട് ബന്ധം സംശയിക്കുന്നുവെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. That SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI.
ആന്റി റാഗിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാനിരിക്കെയാണ് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഗവർണർ പുറത്തിറക്കിയതെന്ന് വെറ്റിനറി സർവകലാശാല VC പ്രൊഫസർ ഡോക്ടർ MR ശശീന്ദ്രനാഥ്. സസ്പെൻഷൻ ഓർഡർ കിട്ടി. ഞാൻ ഇഷ്യൂ ചെയ്യാനിരുന്നിരുന്ന ഓർഡർ പോലും സൈൻ ചെയ്യാതെ ആണ് ഞാൻ പോന്നിരിക്കുന്നത്. എനിക്ക് അതിനെ സസ്പെൻഡ് ചെയ്തൊരു ഗവർണർ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലെ VCയെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി തെറ്റെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും പ്രോ VC കൂടിയായ മന്ത്രി പ്രതികരിച്ചു. അത് ശരിയായ നടപടിയല്ല. ഗവർണർ ഗവൺമെൻറ്റുമായിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു നടപടിയെടുത്തത്. ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. VCയെ സസ്പെൻഡ് ചെയ്തുള്ള ഗവർണറുടെ നടപടിയെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ സ്വാഗതം ചെയ്തു. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിന്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ VCക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, VC ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ PC ശശീന്ദ്രന് VCയുടെ ചുമതല നൽകി. 24 തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയ നടപടിയിൽ തൃപ്തി പ്രകടിപ്പിച്ച് സിദ്ധാർത്ഥന്റെ കുടുംബം. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പിതാവ് ജയപ്രകാശ് പറഞ്ഞു. കുടുംബത്തിന് പിന്തുണയുമായി വിവിധ കക്ഷി നേതാക്കൾ വീട് സന്ദർശിച്ചു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എല്ലാ പ്രതികളെയും പിടികൂടിയതിൽ കുടുംബം സംതൃപ്തി രേഖപ്പെടുത്തി. കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. നിലവിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ കേസിന്റെ അന്വേഷണം പോലീസ് ഗൗരവത്തിലെടുക്കാതിരുന്നത് വീഴ്ചയാണെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. എനിക്ക് തൃപ്തിയല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറെ ഒരു ഏതെങ്കിലും ഏജൻസി കൊണ്ട് അന്വേഷിക്കേണ്ടി ഞാൻ പറയും. പക്ഷേ ഇതുവരെയ്ക്കും ഞാൻ കേസ് അന്വേഷണം പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനോട് എനിക്കിപ്പോൾ ഇതുവരെയ്ക്കും ഒരു വിശ്വാസമുണ്ട്. പൂർണ്ണ തൃപ്തിയോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വിശ്വാസമുണ്ട്, ഇത്ര പേരെ പിടിക്കുന്നുണ്ട്. ഓക്കെ. ശശി തരൂർ MP, മാത്യു കുഴൽനാടൻ MLA, ചാണ്ടിയുമ്മൻ MLA എന്നിവരാണ് ഇന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ പ്രമുഖർ. വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടു. ഈ സംഭവിച്ച ഇൻസിഡന്റിനെ ഒരു തറോ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഒരു സംശയമില്ല. അവരിന്ന് വരെ എല്ലാവരും പിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ഇനിയും 1-2 ആൾക്കാരെ പിടിക്കാനുണ്ട്. കേസിൽ പ്രതികൾക്ക് പോലീസ് സംരക്ഷണം ലഭിക്കുന്നെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഏകദിന ഉപവാസം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല, അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സംശയിക്കുന്നു പലയിടങ്ങളിലും SFI എന്ന പ്രസ്ഥാനത്തെ CPMന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. SFI പ്രവർത്തകൻ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നെഴുതി CPIM വീടിന് മുന്നിൽ സ്ഥാപിച്ച ഫ്ലക്സ് എടുത്തുമാറ്റി. സിദ്ധാർത്ഥിനെ SFIക്കാർ കൊന്നതാണെന്നെഴുതിയ പുതിയ ഫ്ലക്സ് KSU സ്ഥാപിച്ചു. 24 തിരുവനന്തപുരം. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. സംഘടനയുടെ ചരിത്രം അറിയാത്തവർ SFIയിൽ എത്തിയതാണ് പ്രശ്നമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ക്രിമിനലുകൾ അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFIയുടെ മർദ്ദനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് താനെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും പ്രതികരിച്ചു. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ SFI നേതാക്കൾ പ്രതിക്കൂട്ടിലായതോടെയാണ് SFIക്കെതിരെ മന്ത്രി V ശിവൻകുട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സംഘടനയുടെ ചരിത്രമറിയാതെ SFIയിലെത്തിയവരെ പുറത്താക്കി ശുദ്ധീകരിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ SFIയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർ ഇപ്പോൾ ഇതിൽ വന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാം പിന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഇത് ശുദ്ധീകരിക്കുക എന്നുള്ള നിലപാടാണ് SFI നേതൃത്വം സ്വീകരിക്കേണ്ടത്. SFI മർദ്ദനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് താനെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം. 70കളിൽ KSU നേതാവായിരുന്ന സമയത്ത് നിരന്തരം പീഡനത്തിനിരയായെന്നും ചെറിയാൻ ഫിലിപ്പ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി ഞാൻ മരിച്ചില്ലെങ്കിലും ഒരു രക്തസാക്ഷി എന്ന നിലയിലാണ് ഈ ശാരീരിക വേദന ചുമന്നുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മൗനമെന്നും ക്രിമിനലുകൾ കഴിഞ്ഞാടാൻ അവസരം നൽകുന്നത് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ആ മൗനത്തിന്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് കേരളത്തിന്റെ രക്ഷാകർത്താക്കളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് വെറ്റിനറി സർവകലാശാലയിൽ നടന്നത്. കേരളത്തിന്റെ ശാപമായി SFI മാറിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. തീർച്ചയായും ഇതിപ്പോൾ ഒരു കേരളത്തിൻ്റെ ശാപമായി മാറിയിരിക്കുകയാണ്.
നേരത്തെ ഗുണ്ടായുസത്തിലൂടെ പാർട്ടി വളർത്താനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി എല്ലായിടത്തും നടത്തി. ഇത്രമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകിയത്. ടി പി ചന്ദ്രശേഖരനും ഷുക്കൂറും അതുപോലെയുള്ള മൻസൂറും നിരവധി ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. SFI അധോലോക പ്രവർത്തനമാണ് ക്യാമ്പസുകളിൽ നടത്തുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല, അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFIക്കെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നത്. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. ഇന്നും ശമ്പളമില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്യുന്നതിനുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനായില്ല. വിഷയം ഉടൻ പരിഹരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കുന്ന 1.5 ലക്ഷത്തോളം വരുന്ന സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത്. ട്രഷറി അക്കൗണ്ടിൽ ശമ്പളം എത്തിയെന്ന് കാണിച്ചെങ്കിലും തുക ബാങ്കിലേക്ക് കൈമാറാനോ പിൻവലിക്കാനോ കഴിയാത്തതാണ് പ്രതിസന്ധി. ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണമിട്ടത് സർക്കാർ രേഖകളിൽ മാത്രം. ട്രഷറി വഴി നേരിട്ട് ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ലഭിക്കുകയും ചെയ്തു. സാങ്കേതിക പ്രശ്നമാണെന്നും ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ധനമന്ത്രിയുടെ ഉറപ്പ്. ഈ പെൻഷനും ശമ്പളവും കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ടെക്നിക്കലായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ പെൻഷനും ശമ്പളവും എല്ലാം കൃത്യമായിട്ട് ലഭിക്കും. സാങ്കേതിക പ്രശ്നമെന്ന സർക്കാർ വാദം തള്ളി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. സർക്കാർ ജീവനക്കാരന് TSBയിലേക്കാണ് ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്നത്. ശമ്പളം ഞങ്ങൾ നോക്കുമ്പോൾ ആ ശമ്പളം ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണുന്നു. അതേസമയം ആ ശമ്പളം മറ്റൊരാൾക്ക് മറ്റൊരു ആവശ്യത്തിന് വിനിയോഗിക്കുവാനോ പണമായി മാറ്റുവാനോ കഴിയാത്തൊരവസ്ഥ. ഇതൊരു വിചിത്രമായ സാഹചര്യമാണ് സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സാങ്കേതികത അല്ലാതെ ഒരു തടസ്സവും സർക്കാർ ജീവനക്കാരൻ്റെ ശമ്പള കാര്യത്തിലില്ല. സർക്കാരിൻ്റെതു തെറ്റായ ധനകാര്യ മാനേജ്മെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ഗവൺമെന്റ് വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പുതുമ്പു. മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് ഭരണാനുകൂല സർവീസ് സംഘടനകൾ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇന്നലെ തന്നെ ശമ്പളം ലഭിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സിവിൽ പോലീസ് ഓഫീസർ നിയമന വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് DGPയുടെ ഉറപ്പ്. ചർച്ചയെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ഇന്നത്തെ സമരം അവസാനിപ്പിച്ചു. എന്നാൽ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം നടത്തുന്നതുവരെ സമരം തുടരുമെന്നാണ് അവരുടെ നിലപാട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം ഇന്ന് 20ാം ദിവസമായിരുന്നു. ഉച്ച മുതൽ ഉദ്യോഗാർത്ഥികളും കുടുംബാംഗങ്ങളും റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രതീക്ഷാ നിർഭരമായ എന്തെങ്കിലും തീരുമാനം DGP ഈ റാങ്ക് ഹോൾഡേഴ്സിനെ അറിയിച്ചിട്ടുണ്ടോ? വിജയകുമാർ, ഈ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അത് 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ തലസ്ഥാന നഗരി അത്യന്തം നാടകീയമായ ഒരു മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 20 ദിവസമായി ഈ നടത്തുന്ന പ്രതിഷേധ സമരം കണ്ടില്ലെന്ന് വെച്ച് സർക്കാരിന് മുമ്പിൽ ഇന്ന് റോഡ് ഉപരോധവുമായാണ് ഈ CPO ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബവും എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഈ സമരത്തിനൊടുവിൽ ഈ വൈകിട്ട് അത്യന്തം നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി. അതായത് 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. പിന്നീട് അവരെ വിട്ടയച്ചെങ്കിലും അതിനുശേഷമാണ് ഈ സംസ്ഥാന പോലീസ് മേധാവി
മേധാവി DGP ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറായത്. ഈ ചർച്ചയിൽ ഇവരുടെ പ്രശ്നങ്ങൾ ഇവർ ഉന്നയിക്കുകയും ചെയ്തു. അതായത് മുഴുവൻ പേർക്കും നിയമനം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഈ പ്രശ്നം സർക്കാരിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാമെന്നാണ് DGP ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതായത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സേനയുടെ ശക്തി, പോലീസിലെ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സർക്കുലർ ഇറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് വെക്കാം. അതിനോടൊപ്പം ഈ CPOയുടെ പ്രശ്നങ്ങൾ, CPO ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളും വെക്കാമെന്നുള്ളതാണ് DGP നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ്. അതേപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തുന്നതിനുള്ള സാധ്യതയും ഇവർ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അനുകൂല നടപടി എടുക്കുന്നവരെ, തീരുമാനം എടുക്കുന്നതുവരെ സമരം തുടരാനാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ഒരു തീരുമാനമെന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോഴും നമുക്കറിയാം, ഇന്ന് റോഡ് ഉപരോധിച്ച് സമരമായിരുന്നു. അത് അവർ അവസാനിപ്പിച്ചു. ഇന്നത്തേക്ക് സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഉദ്യോഗാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. അവരൊരു തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും സമരം തുടരാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. അവരുടെ പ്രതിഷേധ പരിപാടികൾ തുടരും. അതിനിടയിൽ അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് DGP ഇന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. മുഖ്യമന്ത്രിയെ കൂടി കാണാൻ കഴിയുമോ എന്ന് ഈ പ്രതിഷേധിക്കുന്നവർ അത്തരം ചർച്ചകളിലേക്ക് കൂടി തിരിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ സാധ്യത അവർ തേടുന്നുണ്ടാകും. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആരുടെ ആസൂത്രണം? ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടനക്കേസിൽ 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതിന് പിന്നാലെയാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. IED സ്ഫോടനം നടത്തിയത് ടൈമർ ഉപയോഗിച്ചാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിക്കെതിരെ UAPA ഉൾപ്പെടെ 7 വകുപ്പുകൾ ചുമത്തി. കഫേക്ക് സമീപത്തെ CCTVയിൽ നിന്നാണ് യുവാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് സൂചന. ബംഗളൂരു, ഹുബ്ബള്ളി, ധർവാഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ B. ദയാനന്ദ വ്യക്തമാക്കി. കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷം വികസനം നിലച്ചെന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിലെ സ്ഫോടനത്തിൽ മന്ത്രിമാർ പല അഭിപ്രായങ്ങൾ പറയുന്നു. ഗ്യാസ് പൊട്ടിത്തെറിയെന്നും ബിസിനസ് രംഗത്തെ വൈരാഗ്യമെന്നുമാണ് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത്. ഉപമുഖ്യമന്ത്രിക്ക് ഇവിടെ നിന്ന് ഈ വിവരം ലഭിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. We are not accusing anybody of anything today, but we are certainly opposing the efforts of the Deputy Chief Minister and the Chief Minister to push this under the carpet and pretend that this does not happen. പ്രതി കഫയിലേക്ക് വന്നതും പോയതും BMTC ബസ്സിലാണെന്ന് പോലീസ് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ബസ്സുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട്. തൊപ്പിയും മാസ്കും ധരിച്ചെത്തിയ പ്രതി 10 മിനിറ്റാണ് കഫയിൽ ചെലവഴിച്ചത്. 11:35 കഫയിലെത്തിയ പ്രതി 11:44 വരെ അവിടെയുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വലിയ ബാഗിനുള്ളിൽ മറ്റൊരു ബാഗിൽ ഒളിപ്പിച്ചാണ് സ്ഫോടക വസ്തു കൊണ്ടുവന്നത്. ഈ ബാഗ് കഫയിൽ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. 1 മണിക്കൂറിന് ശേഷം 12:55 സ്ഫോടനം നടക്കുന്നത്. കൃത്യമായി പ്രദേശത്തു നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിത സ്ഥാനത്ത് എത്താനുള്ള സമയം ടൈമർ വഴി സജ്ജീകരിച്ചാണ് പ്രതി സ്ഫോടനം നടത്തിയത്. പ്രദേശവും കഫയും കൃത്യമായി അറിയാവുന്ന ആളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടനം നടന്ന കഫയും പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചു. ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിലെ 8 സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. NSG ഉദ്യോഗസ്ഥർ ഇന്ന് കഫയിലെത്തി പരിശോധന നടത്തി. 24 ബംഗളൂരു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ABVP പ്രവർത്തകരെ സന്ദർശിച്ച് സുരേഷ് ഗോപി. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. പ്രതീഷ്, ഇപ്പോഴും സുരേഷ് ഗോപി സമരപ്പന്തലിൽ ഉണ്ടോ? എന്താണ് അദ്ദേഹം പ്രതിഷേധക്കാരുമായി സംസാരിച്ചോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് തള്ളിവിട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVP 24 മണിക്കൂർ നീളുന്ന സമരം പ്രഖ്യാപിച്ചത്. ഈ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് സുരേഷ് ഗോപി ഇവിടെ എത്തിയത്. സുരേഷ് ഗോപി സമരം നടത്തിയ ഈ പ്രവർത്തകർക്ക് ഇളനീര് നൽകി ഇപ്പോൾ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നതാണ് പ്രധാനമായും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ തന്നെ ഈ
വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഉയർന്നിരുന്നു. യുവജന സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു വയനാട്ടിലും ഒപ്പം തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ സമരങ്ങളും നടന്നത്. അതിന്റെ ഭാഗമായായിരുന്നു ABVP സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയും 24 മണിക്കൂർ നിരാഹാര സമരം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ആ നിരാഹാര സമരം ഇന്ന് അവസാനിപ്പിച്ചു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ സമരം ABVP ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സമരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സമാപിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ നിരാഹാരം നടത്തുന്ന ഈ പ്രവർത്തകർക്ക് ഇളനീര് നൽകി ഈ സമരം അവസാനിപ്പിക്കുന്നതിനായാണ് സുരേഷ് ഗോപി എത്തിയത്. കൊല്ലത്ത് നിന്ന് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയത്. ഇപ്പോൾ ഈ പ്രവർത്തകരോട് സുരേഷ് ഗോപി സംസാരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഈ CPO സമരവും നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ CPO ഉദ്യോഗാർത്ഥികളെയും സുരേഷ് ഗോപി കാണുന്നുണ്ട്. ഇന്ന് വലിയ തരത്തിലൊരു സംഘർഷ സാധ്യത തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിലനിന്നിരുന്നു. ഈ സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിക്കും വരെ ഈ പോരാട്ടം തുടരുമെന്ന് ഈ CPO ഉദ്യോഗാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗാർത്ഥികളെയും കണ്ട ശേഷമായിരിക്കും സുരേഷ് ഗോപി ഇവിടെ നിന്ന് മടങ്ങുന്നത്. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ABVP പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി കണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം നടന്നത്. ഷീല സണ്ണിയോട് എന്തു പറയും? ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി കേസിൽ സർക്കാർ മറുപടി പറയണമെന്ന് ഹൈക്കോടതി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഷീല സണ്ണിയുടെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. വിഷയത്തിൽ സമഗ്രമായ മറുപടി സർക്കാർ നൽകണമെന്ന് വ്യക്തമാക്കിയ കോടതി ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഷീല സണ്ണി 72 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഗുരുതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി വിഷയത്തിൽ സർക്കാർ സമഗ്രമായ മറുപടി നൽകണമെന്ന് നിർദ്ദേശിച്ചു. കേസിൽ ആരോപണ വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന ഓരോ ദിവസത്തിനും 1 ലക്ഷം രൂപ വീതം 72 ദിവസത്തേക്ക് 72 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 വർഷമായി ഇത് സംഭവിച്ചിട്ട്. തെറ്റ് ചെയ്തവര് ഇതുവരെ ഒരു നടപടിയും അവരുടെ മേലെ ഉണ്ടായിട്ടില്ല. എത്ര പൈസ കിട്ടിയെങ്കിലും ഞാൻ അനുഭവിച്ച വേദന അത് ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തിൽ നിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ബാഗിൽ നിന്നും സ്കൂട്ടറിൽ നിന്നും വ്യാജ LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തതോടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27-നായിരുന്നു ഷീല സണ്ണിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത്. പിന്നീട് കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഇത് ലഹരിയല്ലെന്ന് തെളിഞ്ഞു. ഷീല സണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് വ്യാജ കേസിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. 24 കൊച്ചി. ആശങ്കയായി മഞ്ഞപ്പിത്തം. മലപ്പുറത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. എടക്കര ചെമ്പൻകൊല്ലി സ്വദേശിയായ 32-കാരനാണ് മരിച്ചത്. ഇതോടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 ആയി. മലപ്പുറത്തെ പോത്തുക്കൽ എടക്കര മേഖലയിൽ ജാഗ്രത തുടരുന്നതിനിടയിലാണ് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് 32-കാരൻ മരിച്ചത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച യുവാവിനെ ആദ്യം എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. 15 ദിവസത്തിൽ 3 ദിവസം എടക്കര പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞ് രോഗം മുറിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ 3 ദിവസവും ഇന്ന് രാവിലെ 6 മണിക്ക് മരണപ്പെടുകയും ചെയ്തു. ഈ ആപത്തിനെ തടുക്കാനുള്ള എല്ലാ പ്രവൃത്തികളും പഞ്ചായത്തും ഭരണസമിതി എല്ലാ സഹായത്തോടെ ചെയ്യും എന്നും പിന്നെ അതുപോലെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും. നേരത്തെ 60-കാരനും 47-കാരനും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് മരിച്ചിരുന്നു. ഇന്ന് മരിച്ച യുവാവ് താമസിക്കുന്ന ചെമ്പൻകൊല്ലി വാർഡിൽ 7 പേർ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരണസംഖ്യ ഉയരുന്നത് ആശങ്ക വർദ്ധിക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകളും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പോത്തുക്കൽ എടക്കര പഞ്ചായത്തുകളിലെ ഹോട്ടലുകളും കൂൾബാറുകളും അടച്ചിട്ടിരിക്കുകയാണ്. ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 24 മലപ്പുറം. കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഒഴിയാതെ ദുരൂഹത. സമീപത്തുനിന്ന് കണ്ടെത്തിയ ലൈസൻസിന്റെ ഉടമയായ യുവാവിന്റെ പിതാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പിന്നാലെ DNA പരിശോധനയ്ക്കായി രക്തസാമ്പിളും ശേഖരിച്ചു.
ക്യാമ്പസിൽ കണ്ടെത്തിയ മൃതദേഹം ഇതിനോടൊപ്പം കണ്ടെടുത്ത ലൈസൻസിന്റെ ഉടമയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിനായിട്ടില്ല. എന്നാൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചത് അന്വേഷണത്തിലെ നിർണായക വഴിത്തിരിവായി. കാര്യവട്ടം ക്യാമ്പസിനടുത്തുള്ള അമ്പലത്തിൻകര യൂണിയൻ ബാങ്ക് ശാഖയിലാണ് ഇയാൾക്ക് അക്കൗണ്ടുള്ളത്. 2019 വരെ ഈ അക്കൗണ്ടിലൂടെ പണമിടപാടുകളും നടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിവരം മാതാപിതാക്കൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇന്ന് നൽകിയ മൊഴിയിലും പിതാവ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 2009 കഴക്കൂട്ടത്തെത്തി മകനെ കണ്ടതിനു ശേഷം പിന്നീട് കണ്ടിട്ടില്ലെന്നും ചെന്നൈയിൽ നിന്നെത്തിയ പിതാവ്. കഴക്കൂട്ടത്ത് വന്ന് കണ്ടിരുന്നു 2009. അതിനുശേഷം ഇൻ ടച്ച് വിത്ത് ത്രൂ മെയിൽസ് ഓൺലി. അല്ല, കഴക്കൂട്ടത്തിന് അവൻ തന്നെയാണല്ലോ മെസ്സേജ് അയച്ചത്, ഈ ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ വന്നു, അവിനാഷ് സ്റ്റേഷനിൽ വന്ന് എന്നെ മീറ്റ് ചെയ്തു. കഴക്കൂട്ടത്ത് വന്ന് താമസിക്കുന്ന സ്ഥലം കണ്ടു. മകന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നേരത്തെ കേസ് നൽകിയിട്ടുണ്ട്. മകന്റെ തിരോധാനത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നാണ് മാതാപിതാക്കളുടെ നിലപാട്. പിതാവിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. രാസപരിശോധനാ ഫലം വന്നാലേ സംഭവത്തിൽ വ്യക്തതയുണ്ടാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ആലപ്പുഴയിൽ കർഷകരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടിയെ ചൊല്ലി വിവാദം. ജില്ലയിൽ ആത്മഹത്യ ചെയ്ത 2 കർഷകരുടെ കുടുംബങ്ങളെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല. കൃഷി ഉപജീവനമാക്കിയ സാധാരണ കർഷകരെ ഉൾപ്പെടുത്തിയില്ലെന്നും പരാതിയുണ്ട്. കുട്ടനാട്ടിൽ നെല്ല് സംഭരണം പരിഹാരമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് കാർഷിക മേഖലയിലെ പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി. 4 ലക്ഷത്തോളം കർഷകരാണ് കുട്ടനാട്ടിൽ നെൽകൃഷി ചെയ്യുന്നത്. എന്നാൽ ചെറുകിട കർഷകരുടെ പ്രശ്നങ്ങൾ ആര് മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം. കൃഷി ഉപജീവനമാക്കിയ സാധാരണ കർഷകരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്നാണ് ആരോപണം. നെല്ല് സംഭരണം സഹകരണ സംഘങ്ങൾ വഴി സംഭരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും ഭാവിയിൽ സഹകരണ മേഖല വഴി നെല്ല് സംഭരണം നടത്താൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി. കൃഷി ഒട്ടേറെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഉൽപാദനം വർദ്ധിക്കണം, ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കണം. അതിനുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് വായ്പ വൈകിയത് മൂലവും സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാലും ആത്മഹത്യ ചെയ്ത വണ്ടാനം സ്വദേശി രാജപ്പൻ, തകഴി സ്വദേശി KG പ്രസാദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാഞ്ഞത്. ഇതുവരെയും കുടുംബങ്ങൾക്ക് സർക്കാർ സഹായവും പ്രഖ്യാപിച്ചിട്ടില്ല. കുട്ടനാട്ടിലടക്കം കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് യഥാർത്ഥ കർഷകരെ പങ്കെടുപ്പിക്കാതെയുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം എന്നാണ് വിമർശനം. 24 ആലപ്പുഴ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.